അൻവറിനെ ഒറ്റപ്പെടുത്തണമെന്ന ചിന്താഗതി UDF-ൽ ആർക്കുമില്ല എന്ന് പറയുന്നത് ലീഗിനെയും മറ്റ് ഘടകകക്ഷികളെയും എല്ലാവരെയും ചേർത്താണ്. കോൺഗ്രസ് എന്നല്ല കേസി പറഞ്ഞത്, UDF എന്നാണ്. UDF-ൽ ആർക്കും ചിന്തയില്ല. UDF ചെയർമാനായ VD സതീശന് ചിന്തയുണ്ടെങ്കിൽ അത് മാറ്റിവെക്കാൻ കൂടി അതിൻ്റെ അർത്ഥമുണ്ട്. കേരളത്തിലെ നേതൃത്വം കൊള്ളാവുന്ന നേതൃത്വം എന്ന് കേസി പറഞ്ഞത് ഇത്തിരി കൊള്ളിച്ച് തന്നെയാണ്. അപ്പോൾ ആ കൊള്ളാവുന്ന നേതൃത്വം പെട്ടെന്ന് തീരുമാനമെടുക്കാൻ പറഞ്ഞിട്ടാണ് കേസി ഇപ്പോൾ വിമാനം കയറാൻ പോകുന്നത് എന്നുള്ളത് VD സതീശനെ അനുകൂലിക്കുന്ന, അതിനുവേണ്ടി ബാറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ എന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. കാരണം സർക്കാരിൻ്റെ അഴിമതിക്കെതിരെ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചാണ് രാജിവെച്ചത് അൻവർ എന്നും ആ വിഷയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നും പറഞ്ഞത് AICCയുടെ ജനറൽ സെക്രട്ടറിയായ കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾ അവസാന വാക്കായി കരുതുന്നു എന്ന് അവരൊക്കെ തന്നെ പറയുന്ന KC വേണുഗോപാൽ തന്നെയാണ്. എന്തായാലും ആശയവിനിമയത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സംസാരിക്കുമെന്ന് പറഞ്ഞത് ഇപ്പോൾ ആശയവിനിമയമൊക്കെ KPCC അധ്യക്ഷനുമായും അതുപോലെ തന്നെ UDF-ന്റെ ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവുമായിട്ടൊക്കെ നടന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ ഈ ഡിസിഷൻ മേക്കിങ്ങിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനും അതുപോലെ തന്നെ UDF കൺവീനർ അടൂർ പ്രകാശിനും ഒന്നും ഒരു സേ ഇല്ലേ എന്ന് തോന്നിപ്പോവുകയാണ്. കാരണം എന്തൊരു അഴകുഴമ്പൻ സമീപനമാണ് ഇവരൊക്കെ എടുക്കുന്നത്. വേണമെങ്കിൽ വേണമെന്ന് പറയണം, ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറയണം. അൻവറിനെ വഴിക്കങ്ങ് വിടണമെന്നേ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എന്തിനാണ് നിൽക്കൂ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊതിപ്പിച്ച് നിർത്തുകയാണ്. വേണമെങ്കിൽ നിങ്ങൾ എടുക്കൂ, ഇല്ല എന്നുണ്ടെങ്കിൽ അൻവർ പോട്ടെ എന്ന് വെക്കട്ടെ, നഷ്ടമില്ലല്ലോ. സിറ്റിംഗ് സീറ്റൊന്നും അല്ലല്ലോ നഷ്ടപ്പെടാൻ UDF-ന്. LDF ആ സീറ്റ് നിലനിർത്തട്ടെ, അതായിരിക്കും അവസാനം എൻഡ് റിസൾട്ടായി വരാൻ പോകുന്നത്. ഇങ്ങനെയുള്ള പടലപ്പിണക്കവും തമ്മിലടിയുമാണെങ്കിൽ ഇതാണ് എൻ്റെ ടേക്ക്.